ലഹരി എന്ന വിപത്തിനെതിരെ സമൂഹത്തിൽ ഒറ്റക്കെട്ടായ പോരാട്ടങ്ങളുടെ സമയമാണിത്. കനകക്കുന്നിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ എക്സൈസ് വകുപ്പിന്റെ സ്റ്റോളിലെത്തിയാൽ ലഹരിയെ നമുക്ക് പഞ്ച് ചെയ്ത് നീക്കാൻ കഴിയും. കിലോ കഞ്ചാവുകളാണ് ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടെ എക്സൈസ് വകുപ്പ് പിടിച്ചിട്ടുള്ളത്. LSD സ്റ്റാമ്പുകൾ 87.94 ഗ്രാം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ എക്സൈസ് വകുപ്പ് നടത്തിയിട്ടുള്ള പരിശോധനകൾ, പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെ അളവ് എന്നിവ കൃത്യമായി എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, വകുപ്പിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പുതിയതായി 379 വാഹനങ്ങൾ കഴിഞ്ഞ 4 വർഷത്തിന്റെ വകുപ്പിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 16 പുതിയ കെട്ടിടങ്ങൾ. അങ്ങനെ ഈ വകുപ്പിൽ വന്നിരിക്കുന്ന 4 വർഷം കൊണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോളാണ് ഇവിടെയുള്ളത്. ഒരു അമ്പെയ്ത്ത് മത്സരം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്ക് വളരെയധികം നല്ല റെസ്പോൺസാണ് അവർ കാണിക്കുന്നത്. നമുക്ക് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻഫർമേഷനും എക്സൈസിന് ഈ സ്റ്റാളിൽ പാസ് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ കൺസേൺഡ് കമ്മീഷണറേറ്റ് വഴി കൺസേൺഡ് റേഞ്ചിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ കേസുകൾ നിർബന്ധമായിട്ട് നമ്മൾ കൃത്യമായിട്ടും അത് പ്രോപ്പറായിട്ട് എടുക്കുന്നതാണ്. വളരെ നല്ല പാർട്ടിസിപ്പേഷനാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ബോർഡ് ഉദ്ദേശിക്കുന്നത്, ഈ സ്റ്റാർട്ട് പോയിന്റ് എന്നുള്ളത് ഒരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ കുഴികൾ ഓരോ അപകടങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ അപകടങ്ങളിൽ ഒന്നും വീഴാതെ തന്നെ ഈ ജീവിതം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഈ ഒരു ബോർഡിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ നിലവിൽ ഒരു കുഴിയിലും ഞാൻ വീണിട്ടില്ല. പക്ഷേ ഇനി മുന്നോട്ടും കുഴിയിൽ വീഴാതെ പോകാൻ കഴിയുമോ? അതെ, കഴിഞ്ഞു. ഇതുപോലെ ഒരു കുഴിയിലും വീഴാതെ ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഈ ബോർഡിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവിടെ ഒരു കൗൺസിലിങ്ങും എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടല്ലേ? നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ ഒരു 10 വർഷം അഡ്വാൻസ്ഡ് ആണ്. നമുക്കറിയാം, നമ്മളെക്കാട്ടിയും 10 വർഷം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എന്തോ അതിനെക്കാട്ടി 10 വർഷം അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരിപ്പോൾ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ പറയുന്ന നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സൈസ് വകുപ്പും വിമുക്തി മിഷനോട് ചേർന്നിട്ട് നേർവഴി എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഈ ഒരു പഞ്ചിങ് തന്നെയാണ്. ഓരോ പഞ്ചും ലഹരിക്കെതിരെയുള്ള പഞ്ചാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സ്റ്റോളിലേക്ക് ആളുകളുടെ ഒരു വലിയ തിരക്കാണുള്ളത്. ഇന്ന് പ്രവൃത്തി ദിവസമായിട്ട് പോലും ആളുകളുടെ ഒരു വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാവരും ലഹരിക്കെതിരെ ഓരോ പഞ്ച് ചെയ്ത ശേഷമാണ് ഇവിടെ നിന്നും പോകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.